സ്നേഹമുള്ളവരെ, പാലയൂർ മഹാതീർത്ഥാടനത്തിന് മാർത്തോമാ ശ്ലീഹായാൽ സ്ഥാപിതമായ പാലയൂർ തീർത്ഥകേന്ദ്രം ഒരുങ്ങിക്കഴിഞ്ഞു. ഇന്ന് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. മാർത്തോമാ ശ്ലീഹയാണോ പാലയൂർ തീർത്ഥകേന്ദ്രം സ്ഥാപിച്ചത്? ഈ ചോദ്യത്തിന് അസന്നിഗ്ധമായി ഇവിടെ ജീവിക്കുന്ന മാർത്തോമ നസ്രാണി ക്രിസ്ത്യാനികളുടെ ജീവിത പാരമ്പര്യം തന്നെയാണ് ഈ തീർത്ഥകേന്ദ്രവും ഈ തീർത്ഥകേന്ദ്രത്തിന് പരിസരത്തുള്ള മാർത്തോമ നസ്രാണികൾ തോമാശ്ലീഹായിൽ നിന്ന് മാമുദീസ സ്വീകരിച്ചവരാണെന്നും ആ വിശ്വാസ പാരമ്പര്യം ഇന്നും കാത്തുസൂക്ഷിച്ചു വരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ചരിത്ര താളുകളിൽ ഈശോ മിശിഹായുടെ ഉത്ഥാനത്തിന് ശേഷം അപ്പോസ്തോലന്മാർ ഈ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് ഈശോയുടെ സുവിശേഷം പ്രസംഗിക്കുവാനായി ഇറങ്ങിത്തിരിച്ചു. അങ്ങനെ AD 52 മാർത്തോമാ ശ്ലീഹ ഈ ഭാരതത്തിൽ കൊടുങ്ങല്ലൂരിൽ അന്നത്തെ തുറമുഖ പട്ടണമായ മുസിയൂരിയസിൽ വന്നിറങ്ങി. തോമാശ്ലീഹ മുസിയൂരിയസിൽ വന്നിറങ്ങി പാലയൂരിൽ അന്ന് വ്യാപാര ബന്ധത്തിൽ നിലനിന്നിരുന്ന യഹൂദന്മാരെ സന്ദർശിക്കുവാനാണ് പാലയൂരിലേക്ക് എത്തിച്ചേരുക. 1-ാം നൂറ്റാണ്ടിൽ ജലമാർഗമാണ് അന്നത്തെ ജനങ്ങളെല്ലാം ഉപയോഗിച്ചിരുന്നത്. അങ്ങനെ കൊടുങ്ങല്ലൂരിൽ നിന്ന് തോമാശ്ലീഹ ഇന്ന് പാലയൂർ പള്ളി സ്ഥിതി ചെയ്യുന്ന പള്ളിയുടെ നേരെ മുൻപിലുള്ള ആ വഞ്ചിക്കടവിൽ വന്നു ബോട്ടിറങ്ങി. തോമാശ്ലീഹ അന്ന് കേട്ടറിഞ്ഞ യഹൂദന്മാരെ സന്ദർശിച്ചതിന് ശേഷം ഇന്നും ആ യഹൂദന്മാർ താമസിച്ച സ്ഥലത്തിന് ജൂതക്കുന്ന് എന്നാണ് പറയുക. അവരിൽ നിന്ന് കേട്ടറിഞ്ഞ അറിവനുസരിച്ചുകൊണ്ട് അന്നത്തെ പ്രാദേശിക വാസികൾ ഇവിടെയുള്ള ഒരു കുളത്തിൽ അവരുടെ മതവിശ്വാസമനുസരിച്ച് അവരുടെ ദൈവത്തെ ആരാധിച്ചിരുന്നു. അങ്ങനെ ദൈവത്തെ ആരാധിക്കുമ്പോൾ അവർ ആ കുളത്തിൽ നിന്ന് ജലമെടുത്തുകൊണ്ട് മുകളിലേക്ക് തർപ്പണം ചെയ്ത് പ്രാർത്ഥിച്ചിരുന്നു. തോമാശ്ലീഹായ്ക്ക് അതൊരു കൗതുകമായി. തോമാശ്ലീഹ ചോദിച്ചു, നിങ്ങൾ തർപ്പണം ചെയ്യുന്ന ഈ ജലം എന്തുകൊണ്ടാണ് താഴേക്ക് വീഴുന്നത്? അവരെല്ലാവരും പറഞ്ഞു, ഞങ്ങളുടെ ദൈവം അത് സ്വീകരിക്കുന്നു, പക്ഷേ ജലം താഴോട്ട് വരുന്നു. ഉടനെ തോമാശ്ലീഹ അവരോട് പറയുകയാണ്, ഞാൻ നിങ്ങൾ ചെയ്യുന്നത് പോലെ ഈ കുളത്തിൽ നിന്ന് ജലമെടുത്ത് മുകളിലേക്ക് തർപ്പണം ചെയ്താൽ എൻ്റെ ദൈവം അത് സ്വീകരിക്കും. കേട്ടു നിന്നവർക്ക് അത് ആകാംക്ഷയായി. അപ്പോഴവർ തോമാശ്ലീഹയോട് പറഞ്ഞു, അങ്ങനെയെങ്കിൽ നിൻ്റെ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കും. തോമാശ്ലീഹ അവർക്ക് കൊടുത്ത വാക്കനുസരിച്ചുകൊണ്ട് കുളത്തിലിറങ്ങി അല്പം ജലമെടുത്തുകൊണ്ട് മുകളിലേക്ക് തർപ്പണം ചെയ്തു. അത്ഭുതമെന്ന് പറയട്ടെ, ആ ജലഗണങ്ങൾ അല്പനേരം വായുവിൽ തങ്ങി നിന്നു എന്നാണ് ഐതിഹ്യം നമ്മളോട് പറയുക. തോമാശ്ലീഹ അങ്ങനെ ചെയ്യുമ്പോൾ ആ ജലഗണങ്ങൾ മുകളിൽ നിൽക്കുകയാണെങ്കിൽ നിൻ്റെ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കും എന്ന് പറഞ്ഞപ്പോൾ അവിടെ കൂടിയിരുന്ന കുറേ പേര് തോമാശ്ലീഹയോട് പറഞ്ഞു, നിൻ്റെ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. കുറച്ച് പേര് പറഞ്ഞു, ഇനിയത്തെ കുളി വെന്മനേട് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ശപിച്ചുകൊണ്ട് വെന്മനേട്ടിക്ക് പോയി. ഐതിഹ്യം പറയുക, അതുകൊണ്ടാണ് ഈ സ്ഥലം ശാപക്കാട് പിന്നീട് ലോപിച്ച് ചാവക്കാടായത്. തൻ്റെ ദൈവത്തിൽ വിശ്വസിച്ച ആ വിശ്വാസികളെ തോമാശ്ലീഹ ആ കുളത്തിൽ മാമുദീസ നൽകി. അപ്പോൾ മറ്റൊരു ചോദ്യമുണ്ട്, ഈ മാമുദീസ സ്വീകരിച്ചവർ ഏത് മതവിശ്വാസികളായിരുന്നു? നമുക്കെല്ലാവർക്കും അറിയാം, 1-ാം നൂറ്റാണ്ടിൽ ഇവിടെ യഹൂദന്മാരും ഒപ്പം തന്നെ
യഹൂദ മതത്തിൽ നിന്ന് മാനസാന്തരം സ്വീകരിച്ച ബ്രാഹ്മണന്മാരുമായിരുന്നു. അത് ഇന്നുള്ള നമ്മുടെ ബ്രാഹ്മണന്മാരല്ല. അവർ പിന്നീട് 7ഉം 8ഉം നൂറ്റാണ്ടുകൾക്ക് ശേഷം വന്നതാണ്. പക്ഷേ 1-ാം നൂറ്റാണ്ടിലുണ്ടായിരുന്ന ഈ ബ്രാഹ്മണർ യഹൂദന്മാരിൽ നിന്ന് മാനസാന്തരം സ്വീകരിച്ചവരാണ്. അവരെയാണ് തോമാസ് ലീഹ ആ വിശുദ്ധ ആ കുളത്തിൽ മാമുദീസ നൽകിയത്. മാമുദീസ സ്വീകരിച്ച ആ ക്രിസ്ത്യാനികളും തോമാസ് ലീഹായും ഇപ്പോൾ നമ്മളുടെ ദേവാലയം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ഒരു മരക്കുരിശ് സ്ഥാപിച്ചു. ആ കുരിശിന് ചുറ്റും മാമുദീസ സ്വീകരിച്ച എല്ലാവരും തോമാസ് ലീഹ പഠിപ്പിച്ച വിശിഷ്ടമായ കർത്തൃപ്രാർത്ഥന, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന ചൊല്ലി. ഇതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ക്രൈസ്തവ സമൂഹം. അങ്ങനെ ഈ പാലിയൂരിൽ തോമാസ് ലീഹായിൽ ആദ്യത്തെ ക്രൈസ്തവ സമൂഹം രൂപം കൊടുത്തു. അന്ന് ആ സ്ഥാപിച്ച ആ കുരിശിൻ്റെ അരികിൽ തന്നെയാണ് ഇന്ന് നമ്മൾ നിൽക്കുന്ന ഈ പാലിയൂർ മഹാ തീർത്ഥാടന കേന്ദ്രം. അതിന് പലവിധ റെനോവേഷൻസ് കഴിഞ്ഞ് ഇപ്പോൾ ഉള്ള പ്രധാന ദേവാലയം 1601 മുതൽ 1607 വരെയുള്ള കാലഘട്ടത്തിൽ ഇറ്റാലിയൻ മിഷണറി വൈദികനായ ജാക്കോമോ ഫെനീച്ചിയോ പുനരുദ്ധരിക്കപ്പെട്ടതാണ്. ഈ ഇറ്റാലിയൻ വൈദികനായ ജാക്കോമോ ഫെനീച്ചിയോ തന്നെയാണ് ആർത്തുങ്കലിലെ പഴയ ദേവാലയവും പണി ചെയ്തത്. ജാക്കോമോ ഫെനീച്ചിയോയുടെ ഭൗതിക ശരീരം ആർത്തുങ്കലിലെ പഴയ ദേവാലയത്തിൽ കബറടക്കിയിട്ടുണ്ട്. ഇന്നും നമ്മൾക്ക് അത് പോയാൽ കാണാവുന്നതാണ്. ഈ പാലിയൂർ തീർത്ഥാടനം ഓരോ വർഷങ്ങൾ കഴിയുമ്പോൾ അതിൻ്റേതായ പാരമ്പര്യത്തിലും വിശ്വാസ തീക്ഷ്ണതയിലും നാൾക്കുനാൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ കാലഘട്ടത്തിൽ ഇവിടെ സേവനം ചെയ്ത വന്യ വൈദികർ, ഒപ്പം തന്നെ അതിരൂപതയിലെ അഭിവന്യ പിതാക്കന്മാർ ഈ തീർത്ഥാടനത്തോട് സ്നേഹവും ആദരവും പ്രകടിപ്പിച്ചുകൊണ്ട് കാലാകാലങ്ങളിൽ വലിയ വലിയ വ്യതിയാനങ്ങളിലേക്ക് വന്നു. അതിൻ്റെ ഉദാത്തമായ മാതൃകയാണ് 2000 ഈ ദേവാലയത്തെ അതിരൂപത തീർത്ഥകേന്ദ്രമായിട്ട് ഉയർത്തി. ഇപ്പോൾ ഈ ദേവാലയം 2020 സീറോ മലബാർ മേജർ ആർച്ച് എപ്പിസ്കോപ്പൽ സിനഡ്, സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രമായിട്ട് ഉയർത്തി. സ്നേഹമുള്ളവരെ, ഈ മാർച്ച് 17 പാലിയൂരിലേക്ക് ഈ ലോകത്തിൽ നിന്നുള്ള നാനാഭാഗങ്ങളിൽ നിന്ന് കാൽനടയായി തീർത്ഥയാത്ര വരികയാണ്. ഈ തീർത്ഥയാത്രയ്ക്ക് ആരംഭം കുറിച്ചത് 1998 തൃശ്ശൂർ അതിരൂപത അധ്യക്ഷനായിരുന്ന മാർ ജേക്കബ് തൂങ്കുഴി പിതാവാണ് ആദ്യ തീർത്ഥാടനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഇവിടേക്ക് കാൽനടയായി തൃശ്ശൂർ അതിരൂപത കത്തീഡ്രൽ ദേവാലയത്തിൽ നിന്ന് ഈ പാലിയൂർ തീർത്ഥകേന്ദ്രത്തിലേക്ക് എത്തിച്ചേരുക. എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ തീർത്ഥാടന ദേവാലയം മാർച്ച് 17 പാലിയൂർ മഹാതീർത്ഥാടനത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു. അതിന് ഒരുക്കമായിക്കൊണ്ട് ഈ വലിയ നോമ്പ് ആരംഭമായ വിഭൂതി തിരുനാൾ ദിവസം അഭിവന്യ ടോണി നീലങ്കാവിൽ പിതാവ് ഇവിടെ വ്രതാരംഭ കൂട്ടായ്മയ്ക്ക് ഔദ്യോഗികമായ തിരിതെളിയിച്ചു. ആ മാമുദീസ കുളത്തിൽ വിശുദ്ധി പ്രാപിച്ചുകൊണ്ട് അവിടെ കുളിച്ച് പുതിയ വസ്ത്രമണിഞ്ഞ് അതോടൊപ്പം തന്നെ പ്രാർത്ഥനയുടെ അടയാളമായ ജപമാലയും വചനാധിഷ്ഠിതമായ വചനക്കാർഡും ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ 50 നാളുകളിൽ വ്രതാരംഭത്തിലൂടെ അവരുടെ ജീവിതം അവർ വിശുദ്ധീകരിക്കുന്നു. അതിൻ്റെ പരിസമാപ്തിയാണ് ഈ മാർച്ച് 17 ഇവിടെ നടക്കുന്ന തീർത്ഥാടനം. അതിരൂപതയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിവിധ മേഖലകളാക്കി തിരിച്ചുകൊണ്ട്
വൈദികരുടെയും സന്യസ്തരുടെയും ആത്മായ പ്രതിനിധികളുടെയും നേതൃത്വത്തിൽ വലിയ ഒരു ജനാവലി മാർത്തോമാശ്ലീഹായുടെ മാധ്യസ്ഥം തേടിക്കൊണ്ട് ഈ പാലിയൂരിൻ്റെ പുണ്യഭൂമിയിലേക്ക് കടന്നു വരികയാണ്. മാർച്ച് 17 അതിരാവിലെ 4 മണിക്ക് അതിരൂപത അധ്യക്ഷൻ ലൂർദ് കത്തീഡ്രൽ ദേവാലയത്തിൽ വിശുദ്ധ ബലി അർപ്പിച്ചതിന് ശേഷം പതാക കത്തീഡ്രൽ വികാരിക്ക് കൈമാറുന്നതും 5 മണിക്ക് അവിടെ നിന്ന് ആദ്യ തീർത്ഥാടനം ആരംഭിക്കുകയുമാണ്. അതേസമയം അതിരൂപതയുടെ വിവിധ മേഖലകളിൽ അഭിവന്യ ടോണി പിതാവും ജനറാളച്ചന്മാരായ മോൺസിഞ്ഞോർ ജോസ് വള്ളുവരാനച്ചനും മോൺസിഞ്ഞോർ ജോസ് കോനിക്കരച്ചനും മറ്റു ഫൊറോന വികാരിമാരും ഫൊറോന ദേവാലയങ്ങളിൽ വിശുദ്ധ ബലി അർപ്പിച്ചുകൊണ്ട് മേഖലകളുടെ അടിസ്ഥാനത്തിലേക്ക് ഈ തീർത്ഥാടനം വരികയാണ്. പ്രധാന തീർത്ഥാടനം രാവിലെ 11 മണിക്ക് ഈ തീർത്ഥാടനത്തിൻ്റെ പ്രധാന കവാടത്തിൽ പതാക സ്വീകരിക്കും. അതോടൊപ്പം തന്നെ ഈ വർഷം കഴിഞ്ഞ വർഷങ്ങളെ പോലെ വേനലിൻ്റെ അതികാഠിന്യ നിമിത്തം 11 മണിക്ക് നമ്മളുടെ ആദ്യ തീർത്ഥാടനം അവസാനിക്കുകയാണ്. തീർത്ഥാടനത്തിൻ്റെ 2ാം ഘട്ടം പാവർട്ടി തീർത്ഥകേന്ദ്രത്തിൽ ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് വിശുദ്ധ ബലിയോടുകൂടെ ആരംഭിക്കും. വിശുദ്ധ ബലി കഴിഞ്ഞാൽ 3 മണിക്ക് അവിടെ നിന്ന് വലിയ തീർത്ഥാടനം 2ാം ഘട്ടം പ്രവേശിക്കുകയാണ്. ആ തീർത്ഥാടനം ഈ പാലിയൂർ ദേവാലയത്തിൻ്റെ പ്രധാന കവാടത്തിൽ അഭിവന്യ പിതാക്കന്മാർ ആ പതാക ഏറ്റുവാങ്ങും. ഈ വർഷം തീർത്ഥാടനത്തിന് മുഖ്യ അതിഥിയായിട്ട് വരിക മാർത്തോമാശ്ലീഹ ഈ കേരള മണ്ണിൽ വിവിധ സ്ഥലങ്ങളിൽ ക്രൈസ്തവ ദേവാലയങ്ങൾ രൂപപ്പെടുത്തിക്കൊണ്ട് നമുക്കെല്ലാവർക്കും അറിയാം 7 പള്ളികളാണ് കേരളത്തിലെ മാർത്തോമാശ്ലീഹായാൽ സ്ഥാപിതമായത്. ആ 7 പള്ളികളുടെ സ്ഥാപനത്തിന് ശേഷം മാർത്തോമാശ്ലീഹ മൈലാപ്പൂരിലെ ചിന്നമലയിലാണ് AD 72 ജൂലൈ 3 രക്തസാക്ഷിത്വം വരിച്ചത്. മാർത്തോമാശ്ലീഹായുടെ രക്തസാക്ഷിത്വത്തിൻ്റെ ഫലമായി അവിടെയാണ് തോമാശ്ലീഹായുടെ ഖബറിടം സ്ഥിതി ചെയ്യുന്നത്. ആ മാർത്തോമാശ്ലീഹായുടെ ഖബറിടം സ്ഥിതി ചെയ്യുന്ന മദ്രാസ് മൈലാപ്പൂർ അതിരൂപതയുടെ അധ്യക്ഷനായ മോസ്റ്റ് റവറൻ ഡോക്ടർ ജോർജ് അന്തോണി സ്വാമിയാണ് ഈ തീർത്ഥാടനത്തിൻ്റെ മുഖ്യ അതിഥി. മദ്രാസ് മൈലാപ്പൂർ അധ്യക്ഷനായ ഡോക്ടർ ജോർജ് അന്തോണി സ്വാമിയും അതോടൊപ്പം തന്നെ ഈ പാലിയൂർ മഹാതീർത്ഥാടനത്തിൻ്റെ ആരംഭകനായ എമിരത്തൂസ് മാർ ജേക്കബ് തൂങ്കുഴി പിതാവ്, തൃശ്ശൂർ അതിരൂപത മെത്രാപ്പൊലീത്ത മാർ ആൻഡ്രൂസ് താഴത്തു പിതാവ്, അതിരൂപത സഹായ മെത്രാൻ മാർ ടോണി നീലങ്കാവിൽ പിതാവ്, ജനറാളച്ചന്മാർ, ഫൊറോന വികാരിച്ചന്മാർ, മറ്റു വൈദികർ, സന്യസ്തർ എല്ലാവരും ഈ പാലിയൂർ തീർത്ഥകേന്ദ്രത്തിൻ്റെ പ്രധാന കവാടത്തിൽ വെച്ച് ആ പതാക ഏറ്റുവാങ്ങി ആ പതാക നമ്മളിപ്പോൾ കാണുന്ന ഈ സ്റ്റേജിൽ പ്രതിഷ്ഠിക്കുകയും വിശ്വാസ സമൂഹം ഒന്നാകെ വിശ്വാസ പ്രതിജ്ഞ ഏറ്റെടുക്കുകയും ചെയ്യും. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ തയ്യാറായി കഴിഞ്ഞു. സ്നേഹമുള്ളവരെ, മാർത്തോമാശ്ലീഹായുടെ പാലിയൂർ മഹാതീർത്ഥാടനത്തോട് അനുബന്ധിച്ച് ഇവിടേക്ക് കടന്നു വരുന്ന എല്ലാ വിശ്വാസികളെയും നാനാജാതി മതസ്ഥരെയും ഈ തീർത്ഥകേന്ദ്രം മാർത്തോമാശ്ലീഹായുടെ മധ്യസ്ഥതയാൽ നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യാണ്. ഈ തീർത്ഥാടനത്തിൻ്റെ ഒരുക്കങ്ങൾക്കെല്ലാം നേതൃത്വം നൽകുന്ന എല്ലാവരെയും, പ്രത്യേകിച്ച് ഈ തീർത്ഥാടനത്തിൻ്റെ ഒരുക്കത്തിനായിട്ടുള്ള ജനറൽ കൺവീനർ ബഹുമാനപ്പെട്ട വൈക്കാടനച്ചനെയും സിജോ പുളിക്കനച്ചനെയും അതുപോലെ തന്നെ എല്ലാ ഫൊറോന വികാരിമാരെയും എല്ലാ വൈദികരെയും സന്യസ്തരെയും ആത്മായ പ്രതിനിധികളെയും ഒരിക്കൽ കൂടെ പ്രാർത്ഥനയോടെ ഞങ്ങളെല്ലാവരും മാർത്തോമാശ്ലീഹായുടെ മാധ്യസ്ഥം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
മാർത്തോമാ ശ്ലീഹ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.